നമസ്കാരം, ഞാൻ ഭുവനേശൻ. ഭുവൻ സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ബിസിനസ് എത്തിക്സിനെ കുറിച്ചാണ്. എന്താണ് ബിസിനസ് എത്തിക്സ് എന്നുള്ളത് ഒരു കഥയിലൂടെ വിശദീകരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്താണ് കഥ എന്ന് വെച്ചാൽ, നമ്മുടെ ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം ഡയമണ്ട് എക്സ്പോർട്ട് ബിസിനസ്സിൽ 4-ാം സ്ഥാനത്തോ 5-ാം സ്ഥാനത്തോ വരുന്ന രാജ്യമാണ്. എന്നാൽ ഈ നമ്മുടെ നാട്ടിൽ ഡയമണ്ട് ഇല്ല. ഈ ഡയമണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ശേഷം, ബെൽജിയം പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ശേഷം നമ്മൾ അത് പ്രോസസ്സിങ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. അപ്പോൾ ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഈ ബിസിനസ് നടത്തുന്ന ഏറ്റവും വലിയ സ്ഥലം ഗുജറാത്തിലെ സൂററ്റ് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഇന്ത്യയിൽ തന്നെ ആകെ 3 പ്രോസസ്സിംഗ് സെന്ററുകളാണ് ഉള്ളത്. ഒന്ന് പേരാമംഗലം, നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പേരാമംഗലം, 2 കോയമ്പത്തൂർ, 3 സൂററ്റ് എന്നായിരുന്നു. അപ്പോൾ 1950കളുടെ മധ്യത്തിൽ നമ്മുടെ പേരാമംഗലത്ത് യൂണിയൻ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഈ പ്രോസസ്സിംഗ് വ്യവസായം നശിച്ചുപോയി. അപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ഒരു ബിസിനസ്സായിരുന്നു ഈ ഡയമണ്ട് അല്ലെങ്കിൽ വൈരക്കൽ എന്ന് പറയുന്ന ഈ ബിസിനസ്. കോയമ്പത്തൂർ ഇപ്പോഴും നിലവിലുണ്ട്. നമ്മുടെ സൂററ്റിലാണ് അതിൻ്റെ പ്രധാനമായും വ്യവസായം നിലനിൽക്കുന്നത്. സൂററ്റിൽ IDI, ഇന്ത്യൻ ഡയമണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ലോകത്തിലെ തന്നെ ഡയമണ്ട് ബിസിനസ് പഠിപ്പിക്കുന്ന, ഡയമണ്ട് പ്രോസസ്സിംഗ് പഠിപ്പിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് IDI, ഇന്ത്യൻ ഡയമണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ഡയമണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജുവലറി പ്രോസസ്സിംഗ് പഠിച്ച ഒരു ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അനേകായിരം ശതകോടീശ്വരന്മാർ ബിസിനസ് നടത്തുന്ന, ഡയമണ്ട് ബിസിനസ് നടത്തുന്ന ആളുകളും ജീവിക്കുന്ന ഒരു സ്ഥലമാണ് സൂറത്ത് എന്ന് പറയുന്ന സ്ഥലം. ആ സൂറത്തിൽ ഹരികൃഷ്ണ എക്സ്പോർട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ ഡയമണ്ട് എക്സ്പോർട്ടിംഗ് സ്ഥാപനത്തിന്റെ ഉടമയാണ് സാവ്യജിത്ത് ദൊരാത്തിയ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ഈ സാവ്യജിത്ത് ദൊരാത്തിയയ്ക്ക് ഉള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, സാധാരണ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ദീപാവലി സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലിക്കാർ പല സ്ഥലങ്ങളിലേക്കും മാറി പോകും. കൂടുതൽ നല്ല ശമ്പളം കിട്ടുന്ന ജോലിയിലേക്കും, അതേ ജോലിയിൽ കൂടുതൽ പെർഫെക്റ്റ് ആയതുകൊണ്ട് മറ്റുള്ള ജോലി തേടുന്നവരും ധാരാളം പേര് മാറുന്ന ഒരു സമയമാണ് ദീപാവലി സമയം. ദീപാവലിക്ക് ബോണസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ കമ്പനി വിട്ട് അടുത്ത കമ്പനിയിലേക്ക് മാറുന്നത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. അവിടെ പ്രൈവറ്റ് കമ്പനികളാണ് കൂടുതലുള്ളത്, ബോംബെ, സൂററ്റ് പോലുള്ള വലിയ ടൗൺഷിപ്പുകളിലുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ നേരത്തെ പറഞ്ഞ ഈ നമ്മുടെ എക്സ്പോർട്ടറായ സാവജിത്ത് ദൊരാത്തിയ എന്ന് പറയുന്ന മനുഷ്യൻ ദീപാവലിക്ക് ഇദ്ദേഹത്തിന്റെ കമ്പനിയിലുള്ള തൊഴിലാളികൾക്ക് സാധാരണയായി ബോണസായി നൽകാറുള്ളത് വലിയ വലിയ ഫ്ലാറ്റുകളും സ്വന്തമായി കൊടുക്കുകയും അതേപോലെ കാറുകളും മറ്റും പ്രസന്റായി ദീപാവലി സമ്മാനമായി കൊടുക്കാറുണ്ട്. അദ്ദേഹം ഒരു വളരെ താഴ്ന്ന നിലയിൽ നിന്ന് വന്ന് ഡയമണ്ട് എക്സ്പോർട്ടറായ വ്യക്തി ആയതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ജീവിതവും മറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വളരെയധികം ജിജ്ഞാസ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം തൊഴിലാളികളെ സ്വന്തം കുടുംബ അംഗങ്ങളായിട്ടാണ് പരിഗണിക്കാറ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു മകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ദ്രവ്യ ദൊരാത്തിയ. ഈ ദ്രവ്യ ദൊരാത്തിയ ഈ പണക്കൊഴുപ്പിലാണ് വളർന്നതും പഠിച്ചതും. അതിനുശേഷം ഇന്ത്യയിലെ പഠനം കഴിഞ്ഞ് അദ്ദേഹം അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിയും PGയും ചെയ്ത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBAയും കൂടി ചെയ്തതിന് ശേഷം ആണ് ഇന്ത്യയിലേക്ക് വന്നത്. അപ്പോൾ ഇദ്ദേഹം ഇന്ത്യയിലേക്ക് വന്ന ശേഷം ഇദ്ദേഹത്തിന് തൻ്റെ ഈ വലിയ സാമ്രാജ്യത്തിൻ്റെ താക്കോൽ ഏൽപ്പിക്കാൻ ദൊരാത്തിയയ്ക്ക് ഒരു ചെറിയ മടി തോന്നി. എന്താണ് കാരണം എന്ന് വെച്ചാൽ, തൻ്റെ മകൻ ഇത്രയും വലിയ ഒരു സാമ്പത്തികമുള്ള കുടുംബത്തിൽ വളർന്നതുകൊണ്ട് സാധാരണക്കാരൻ്റെ വികാരങ്ങളും വിചാരങ്ങളും സുഖദുഃഖങ്ങളും അറിയുമോ എന്നുള്ള ഒരു ചിന്ത ഇദ്ദേഹത്തിനെ അലട്ടി. ഇവൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുക എന്നുള്ള ഒരു ജിജ്ഞാസ കൊണ്ട് ഇദ്ദേഹം ഇവനോട് സ്നേഹപൂർണമായ ഒരു ഡിമാൻഡ് വെച്ചു. ആ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ ഏതെങ്കിലും നഗരത്തിൽ നീ പോയി സാധാരണക്കാരുടെ കൂടെ കുറച്ചുനാൾ ജീവിച്ച ശേഷം തിരിച്ചു വന്ന് എനിക്കത് ബോധ്യപ്പെട്ടാൽ മാത്രമേ എൻ്റെ ഈ സാമ്രാജ്യം നിന്നെ ഏൽപ്പിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. അങ്ങനെ ഇവൻ ഒരു സിറ്റി തിരഞ്ഞെടുത്തു. അത് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ ഒരു സിറ്റിയാണ്. അങ്ങനെ 7000 രൂപയും 3 ജോഡി ഡ്രസ്സുമായി ഇദ്ദേഹം ദ്രവ്യ ദൊരാത്തിയ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനായ പയ്യൻ നമ്മുടെ കേരളത്തിൽ വിമാനമിറങ്ങി. അങ്ങനെ ഇവൻ ഇവിടെ വന്ന് ഈ വെറും ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ ബേക്കറിയും ഹോട്ടലും കൂടിയ ഒരു സ്ഥലത്ത് ആ ബേക്കറിയിൽ പണി ചെയ്ത്, ബേക്കറിയിൽ പ്ലേറ്റ് തുടച്ച്, നിലം തുടച്ച്, അങ്ങനെ ആ സാധാരണക്കാരുടെ കൂടെ കിടന്നുറങ്ങി 300-400 രൂപ ഒരുമിച്ച് കൊടുത്ത് ഓരോ ചെറിയ റൂമുകളിൽ താമസിച്ച്, അതിനുശേഷം കുറച്ച് നാൾ അവിടെ ജോലി ചെയ്തതിനു ശേഷം ഒരു ഷൂ കടയിൽ ജോലി ചെയ്തു. ഒരു ജോലി കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി. അവനാണെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി മാത്രമേ അറിയുള്ളൂ. ഏറ്റവും കൂടുതൽ പഠിക്കാൻ ഇന്ത്യയിൽ ബുദ്ധിമുട്ടുള്ള ഭാഷയായ മലയാളം അവൻ പഠിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം ഇവിടെ തന്നെ മക്ഡൊണാൾഡ് എന്ന് പറയുന്ന ഒരു ചെറിയ ഷോറൂമിൽ അവിടെ സെയിൽസ്മാനായിട്ട് ജോലി ചെയ്തു. അങ്ങനെ ഇവൻ ഒരു മാസത്തോളം ഇങ്ങനെ ജോലി ചെയ്തു, ഈ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ജോലി ചെയ്തു. ഈ സമയത്തൊക്കെ അച്ഛൻ സാവജിത്ത് ദൊരാത്തിയ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് നൊന്ത് അദ്ദേഹം തിരിച്ച് കേരളത്തിലേക്ക് വന്നു. തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച,
വേർത്ത് നനഞ്ഞൊട്ടിയ ബനീനുമായി ഒരു സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുന്ന ഈ പയ്യനെയാണ്. അദ്ദേഹം വന്ന് അവനെ കണ്ട് കെട്ടിപ്പിടിച്ചു. അപ്പോൾ അവന് ഒരു കാര്യം മനസ്സിലായി. ഒരു കാര്യം അവന് മനസ്സിലായി, സാധാരണക്കാരൻ്റെ ജീവിതം അവൻ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ആ സാധാരണക്കാരനിൽ നിന്നും അവൻ ക്ഷമ പഠിച്ചു, സ്നേഹം പഠിച്ചു, അവരുടെ ജീവിതം എന്തെന്ന് പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ അച്ഛനായ സാവജിത്ത് ദറാത്തിയയ്ക്ക് ഒരു നിമിഷം കൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി. അതിനുശേഷം ഇദ്ദേഹവും ഈ പയ്യനും കൂടി തിരിച്ച് നാട്ടിലേക്ക് പോയി. ആ നാട്ടിൽ ചെന്നതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഈ ദ്രവ്യ ദറാത്തിയ കുറേ സമ്മാനങ്ങളുമായി അങ്ങനെ ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന കേരളത്തിലെ ആ നഗരത്തിലേക്ക് വന്നു. ആ നഗരത്തിൽ വന്ന് ഇവൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന സാധാരണക്കാർക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. അപ്പോഴാണ് കേരളത്തിലെ മീഡിയയും അവൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന മറ്റുള്ളവരും ഈ കാര്യം മനസ്സിലാക്കിയത്. ഇത്രയും വലിയ ശതകോടീശ്വരനായ ഒരാളുടെ മകൻ തങ്ങളുടെ കൂടെ ജോലി ചെയ്തെന്നുള്ള ഒരു വിവരം അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. ഈ കഥ എല്ലാവരും മാതൃഭൂമി സൺഡേ സപ്ലിമെന്റിൽ വന്ന ഒരു കഥയാണ്. ഇത് സംഭവ കഥയാണ്, യഥാർത്ഥ കഥയാണ്. ഞാനപ്പോൾ ഈ കഥ വായിച്ചപ്പോൾ ശരിക്ക് എനിക്ക് എൻ്റെ മനസ്സിൽ അത് കൊണ്ടു. നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ ബിസിനസ്സുകാരുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും ശതകോടീശ്വരനായ ഒരു ആളുടെ മകൻ സാധാരണക്കാരൻ്റെ ജീവിതം പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ബിസിനസ് സാമ്രാജ്യം നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി, ആ ബിസിനസ് സാമ്രാജ്യത്തിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവരുടെ സാധാരണക്കാരൻ്റെ വ്യതകളും ദുഃഖങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ജോലിക്കാരനായി ഇവിടെ വന്ന ഈ കഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ബിസിനസ്സിൻ്റെ ഒപ്പം നിൽക്കുന്നവർ, അല്ലെങ്കിൽ ആ ജോലിക്കാർ, അവരുടെ കൂടി ഫാമിലിയും കൂടി ഒരുമിച്ച് നിർത്തി എല്ലാം കൂടി ഒരുമിച്ച് പോകുമ്പോഴാണ് നമ്മുടെ ബിസിനസ്സിൽ ഒരു എത്തിക്സ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ആ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ ബൈജു ആപ്പ് പോലുള്ള കമ്പനികൾ തകർന്നതിന് ഈ എത്തിക്സ് ഇല്ലാത്തമയാണ് അതിനുള്ള കാരണം. നന്ദി, നമസ്കാരം. എൻ്റെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു. എല്ലാവർക്കും നന്ദി.